ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഈ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോഴുണ്ടല്ലോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേനും ഒത്തിരി ബോറടിക്കും. അപ്പോൾ നമ്മുടെ ഈ നാട്ടുവിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. പക്ഷേ ഞാൻ മിക്കപ്പോഴും എൻ്റെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ പാട്ടൊക്കെ വെക്കാറുണ്ട്. കാര്യം എന്നാന്നോ, എനിക്ക് പേപ്പർ വായിക്കുക, ബുക്ക് വായിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഏട്ടൻ ന്യൂസൊക്കെ വെക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ അപ്ഡേറ്റ് ആക്കാറുണ്ട്. പക്ഷെ അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി പാട്ടൊക്കെ വയ്ക്കും. ചിലർക്കൊക്കെ തോന്നും, ചിലർ പറയും ഓ ദേ ചായക്കട തുറന്നു എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും എനിക്ക് വിഷയമേ അല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ FM-ൽ കൂടെ അറിയാൻ എന്നാ രസമാണെന്നറിയോ. ആ പിള്ളേർ അതങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് കാണാനും. പക്ഷെ പിന്നെ ഈ പാട്ട് കൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ജോലി ചെയ്യുന്ന അറിയത്തില്ല, നമ്മൾ മുഷിയത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഈ കഴിഞ്ഞ 2 ദിവസം എന്നാ പാട്ട് വെക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാല് കാച്ചി കയറിയതിൻ്റെ ഒരു ബഹളവും നമ്മുടെ ഗസ്റ്റൊക്കെ വന്നതിൻ്റെ ബഹളവും. സത്യം പറഞ്ഞാൽ അവരുമായിട്ടൊക്കെ സന്തോഷിച്ചിരുന്നപ്പോൾ ഇതിൻ്റെ കാര്യം അങ്ങ് വിട്ടുപോയതാ എന്നും പറഞ്ഞ് ഇന്ന് എനിക്ക് ബോറടിച്ചിട്ടൊന്നും അല്ല ഞാൻ വെക്കുന്നത്. പക്ഷെ എന്നാലും പാട്ട് കേട്ടുകൊണ്ടൊന്ന് ജോലി ചെയ്യാനുണ്ടല്ലോ ഒരു ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ വെക്കുവാ. എൻ്റെ റേഡിയോ ഒന്ന് ഓണാക്കുക. ശരിക്കും പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യാനും ജോലി ചെയ്യാനും നമ്മുടെ ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല. പാട്ട് കേൾക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല എനർജി ഫീലിംഗ് നമുക്കുണ്ടാവും. അതെല്ലാം പോട്ടെ, നമ്മുടെ പാട്ട് അവിടെ നടക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിന്ന് നമ്മുടെ കറി വെക്കണം. ഇന്ന് വെക്കാൻ പോകുന്നത് ചെട്ടിനാട് വെജിറ്റബിൾ കറിയാണേ. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ്. നമ്മുടെ പിള്ളേർ, എൻ്റെ മക്കൾ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, വെജിറ്റബിൾ എന്ന് കേൾക്കുമ്പോഴേ മുഖം മാറും. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം, ഇങ്ങനെയെങ്കിലും വെജിറ്റബിൾസ് എത്ര അകത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവോ അത്രയും കൊടുത്തോളുക. നമ്മുടെ കയ്യിൽ എന്നാക്ക് വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇതിനകത്ത് ഇടാം. ഇതിനകത്ത് സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ കൂട്ടുണ്ടല്ലോ, ഞാൻ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, മഷ്റൂം, പനീർ, ബേബി കോൺ, ഇതെല്ലാം വെച്ചും ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഞാൻ എന്തായാലും ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ വെജിറ്റബിൾസ് എൻ്റെ കയ്യിൽ എൻ്റെ ഫ്രിഡ്ജിനകത്തുണ്ടായ എല്ലാ വെജിറ്റബിൾസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അരിയുന്നതിന് മുമ്പേ നമുക്ക് ഈ വെജിറ്റബിൾസ് കൊണ്ടുപോയിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. വെജിറ്റബിൾ കൊണ്ടല്ല, ഈ വെജിറ്റബിളിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. ഈ പേസ്റ്റ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. എന്നാന്ന് വെച്ചാൽ വേണ്ടിയ സാധനങ്ങൾ നമ്മൾ എടുക്കുന്ന പച്ചക്കറി അല്ലെങ്കിൽ ചിക്കനോ എന്നാന്ന് വെച്ചാൽ അതിന് വേണ്ടിയ സാധനങ്ങൾ ഇവിടെ ഇപ്പം ഞാൻ എന്നാന്ന് വെച്ചാൽ കുറച്ച് വെജിറ്റബിൾസ് എടുക്കുന്നുള്ളൂ. അതായത് ഒരു 2 ക്യാരറ്റ്, പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ ഇച്ചിരി കൂടി ചെറിയ ഒരു സവാള എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇതേണ്ട ഇത്രയേ ഉള്ളൂ, ദിസ് ഇസ് മീഡിയം സൈസ്ഡ്, അത്രയേ ഉള്ളൂ. അത് പിന്നെ ക്യാരറ്റ് ഇത് ഇച്ചിരി വലുതാ, പക്ഷെ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ക്യാരറ്റ് മതിയാവും. പിന്നെ കോളിഫ്ലവർ ഒരെണ്ണവാ, അത്രയും വേണ്ട, നമുക്ക് ഹാഫ് കോളിഫ്ലവർ മതി. ബീൻസ് ആണെങ്കിൽ ഒരു 10-12 ബീൻസ് അത്രയും മതി. അതിന് ചേർക്കേണ്ട ചേരുവയാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. അത് നമുക്കൊരു സവാള വേണ്ടി വരും. അതൊരു ഇച്ചിരി വലുതായിക്കോട്ടെ. ഇതിപ്പോൾ ഞാൻ ഒരു സവാള അരിഞ്ഞു വെച്ചേക്കുക. പിന്നെ വേണ്ടിയത് ഇഞ്ചി. ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെയാണ്, നമുക്ക് ഇതിനകത്തും ചെട്ടിനാടിന് മസാല വരാറുണ്ട്. അതുകൊണ്ട് ഇഞ്ചി ഇച്ചിരി മതി. പിന്നെ വെളുത്തുള്ളി, ഞാൻ ആ മിക്സിയിലോട്ട് ഇടുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി പറഞ്ഞുതരാം. പിന്നെ പെരിഞ്ജീരകം, കുരുമുളക്, ജീരകം, തേങ്ങ, മുളക് പൊടി, ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടിയേ. ഇതിപ്പോൾ ശരിക്കും ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു തേങ്ങയുടെ അരമുറിയേ ഉള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ പച്ചക്കറി ഞാൻ അത്രയ്ക്കുള്ളതേ എടുക്കുന്നുള്ളൂ. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് തേങ്ങയുടെ ഇത് അളവ് കൂട്ടാം. ഇതിൻ്റെ കൂടെ സവാള. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഉണ്ടല്ലോ, ഈ സവാളയെക്കാട്ടിലും ഒക്കെ ടേസ്റ്റ് ചെറിയ ഉള്ളി തന്നെയാണ്. ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ചെറിയ ഉള്ളിക്ക് എപ്പോഴും കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറിയ ഉള്ളി തൊലിക്കാനൊക്കെ ഇച്ചിരി പാടല്ലേ, അന്നേരം പിന്നെ ഇതായാലും കുഴപ്പമൊന്നുമില്ല. ഇതേണ്ടേ ഇഞ്ചി ഒരു 2 സ്പൂൺ മതിയാവുമേ, ഒത്തിരി ഇടണ്ട, ഇച്ചിരി കമർപ്പ് വന്നാലോ, അതുകൊണ്ട് അത്രയും വേണ്ട. ഇഞ്ചി, വെളുത്തുള്ളി ഒരു 2 സ്പൂൺ ഇട്ടു. കാര്യം എന്നാന്നോ, പിന്നെ നമ്മൾ ഈ ഉള്ളി വഴറ്റുമ്പോഴത്തേന് ഇത് ഇടത്തില്ല. പെരിഞ്ജീരകവും അതേ കൂട്ട് തന്നെയാണ്, കുറച്ച് മതി, ഒരു സ്പൂൺ മതിയാവും. കാരണം അത്രയ്ക്കുള്ള പച്ചക്കറിയെ ഞാൻ എടുക്കുന്നുള്ളൂ. കുരുമുളകും ഇതിനകത്ത് നമ്മൾ പച്ചമുളക് ഇടുന്നില്ല.
അന്നേരം എന്നാ ചെയ്യുന്നത് വെച്ചാൽ എരിവ് എന്ന് പറയുന്നത് ഈ കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുരുമുളക് ഇടുമ്പോഴും ഒരു 2 സ്പൂൺ ഇട്ടോ, ഇത്രയും പച്ചക്കറി ഉള്ളതല്ലേ, പക്ഷെ അത് എരിവ് നോക്കിയേച്ച് വേണം ഇടാൻ. ചില കുരുമുളകിന് എരിവ് കുറവാണ്. പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചാൽ ജീരകം, സാദാ നമ്മുടെ തോരനൊക്കെ അരയ്ക്കുന്ന സാദാ ജീരകം, ഒരു 1/2 സ്പൂൺ അത്രയും മതി. പിന്നെ വേണ്ടിയത് മുളക് പൊടി. മുളക് പൊടി കൊണ്ടുള്ള എന്നാന്നറിയോ, നിറം കിട്ടും. പക്ഷേ ഈ നിറം എരിവും കൂടെ നോക്കിക്കോണം. ഈ പറഞ്ഞ കൂട്ട് കുരുമുളക് ചേർത്തിട്ടുണ്ട്, അന്നേരം അതെല്ലാം നോക്കിയേച്ച് വേണം മുളക് പൊടിയും ചേർക്കാൻ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. പക്ഷേ എന്നാന്നോ, ഇതിനകത്ത് വെള്ളം ബേസിക്കലി വരും. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളി കിടക്കുക, അന്നേരം അതിനകത്ത് കുറച്ച് വെള്ളം വരും. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കല്ല. ഞാനൊക്കെ ആദ്യം മിക്സി അടിച്ച് ഇങ്ങനെ അരപ്പും എല്ലാം കൂടെ തെറിച്ച് പോയ പോലെ ആവരുത്. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് സാവധാനം നമുക്ക് അടുത്ത വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിനി മിക്സി അരയ്ക്കാം. ഓക്കെ, ഇപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഉണ്ടോ, ഇത്ര നമ്മൾ വർത്താനം പറഞ്ഞില്ലേ, ആ പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ ജോലി ചെയ്യാനുണ്ടല്ലോ, എന്നാ രസമാണെന്നറിയാമോ. ഞാൻ വീട്ടിൽ സ്ഥിരം ചെയ്യും കേട്ടോ. എന്നാൽ പിന്നെ അതിനകത്തൊരു ദോഷമുണ്ട്. നമ്മുടെ വരാന്തയിൽ ഇരുന്നേച്ച് ആരേലും ഒന്ന് പേര് വിളിച്ചാൽ പോലും കേൾക്കുകയില്ല. അപ്പം ഇച്ചിരി വഴക്കൊക്കെ കേൾക്കാൻ റെഡിയാണ് എങ്കിൽ നമുക്ക് ഇച്ചിരി പാട്ടൊക്കെ വയ്ക്കാം. ഇനിയിപ്പോൾ ഈ പാട്ട് ഇപ്പം നമ്മൾ കേട്ടോണ്ടിരുന്ന പാട്ട് കഴിഞ്ഞ്, അപ്പം ഇനി നമ്മൾ ഇനി നമ്മുടെ നാട്ടുവിശേഷങ്ങൾ മുഴുവൻ ഈ പിള്ളേർ പറയും. എന്നെപ്പോലെ പത്രം വായിക്കാത്ത ആൾക്കാർക്കൊക്കെ ഇതൊരു ക്രെഡിറ്റ് ആയിട്ട് പറയുകയല്ല, ശരിക്കും അതൊരു ബാഡാണ്. എന്നാലും ഏട്ടൻ ന്യൂസ് വെക്കുമ്പോൾ ഇച്ചിരിയൊക്കെ അപ്ഡേറ്റ് ആട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലാതെ തട്ടിമുട്ടി പോകുന്നു. എന്നാലും നമ്മൾ അപ്ഡേറ്റ് ആവും വിത്ത് FM ശരിക്കും. അയ്യോ, ഇപ്പം കേൾക്കുന്ന ഇത് ശരിക്കും എനിക്ക് ഈ പാട്ട് ശരിക്കും ഉണ്ടല്ലോ, ഞാനിപ്പം എന്നാന്നറിയാം ഇത്ര എനർജറ്റിക് ആവുന്നത് ഈ പാട്ട് കേൾക്കുമ്പോൾ. എൻ്റെ ശരിക്കും ഞാൻ മഴയത്തുമ്പയുടെ സെറ്റിലേക്ക് ശരിക്കും പോവും. കാര്യം എന്താണെന്നറിയാം, വേറൊന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ കൂട്ട് എൻ്റെ 4th മൂവിയായിരുന്നു മഴയത്ത് മുൻപ്. ഫസ്റ്റ് ഞാൻ അമ്മയാണ് സത്യം ചെയ്തു. സെക്കൻഡ് എൻ്റെ ഏട്ടൻ്റെ പടം രുദ്രാക്ഷം ചെയ്തു. നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ ആ പടത്തിൽ ഞങ്ങൾ തമ്മിൽ ലവ് ആണെന്ന്. അല്ല കേട്ടോ. 3rd മൂവിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ, അന്ന് ഞാൻ സിബി സാറിനോട് പറഞ്ഞില്ലേ, 3rd മൂവിയാണ് ഞാൻ സിബി സാറിൻ്റെ ചെയ്യുന്നത്. ഇത് 4th മൂവി. ശരിക്കും എന്നാ പറയുന്നത്, നമ്മുടെ മമ്മൂട്ടി സാർ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു മൂവിയാണ്. പേടിച്ച് വിറച്ച് ഞാൻ കമൽ സാറിനോട് എത്രയോ തവണ ചോദിച്ചു, സാർ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, എങ്ങനെ ഞാൻ അഭിനയിക്കും, എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വിറച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ടു ബി ഫ്രാങ്ക്, കമൽ സാറിൻ്റെ സെറ്റിൽ വർക്ക് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെൻഷൻ ഫ്രീ ആണ്. സാർ ഭയങ്കര ജോളിയാണ്. നല്ലോണം നമ്മളെ അങ്ങ് ശരിക്കും ആ ഒരു ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുവരും. പിന്നെ ഈ പാട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ എന്നാ പറയുക, ഞാൻ ആ പാട്ടിലില്ല, പക്ഷെ എന്നാലും എൻ്റെ പടത്തിൻ്റെ പാട്ടായതുകൊണ്ട് കേട്ടോ ശരിക്കും എനിക്കൊരു സ്പിരിറ്റ് ഉണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ. ആ സമയം ചിലപ്പോൾ ഞാനുണ്ടല്ലോ അടുക്കളയിലൊക്കെ ആയത് ചെയ്യുന്നത്, എൻ്റെ വീട്ടിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പണിയൊക്കെ നിർത്തി വെച്ചിട്ട് അത് ആസ്വദിച്ചിട്ടേ ഞാനിരിക്കുന്നത്. അത് സെൽഫിഷ് മൈൻഡായിരിക്കും. പക്ഷെ എന്നാലും എനിക്കിനിയിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യാനൊക്കെയല്ല. കാര്യം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് ഇനിയും ഞാൻ ആ പാട്ട് കേട്ടോണ്ടിരുന്ന നിങ്ങൾ എന്നെ വഴക്കുറയും. അതിലും ഭേദം പാട്ട് കേട്ടോണ്ട് ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ കറി നല്ലതായിരിക്കും. ആദ്യം നമുക്ക് ക്യാരറ്റ്, ഇതൊരു വലിയ ക്യാരറ്റാണ്, അന്നേരം അതുണ്ടല്ലോ ഇച്ചിരി ഒരെണ്ണം മതിയാവും. ഇത് നമ്മൾ തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു പാത്രം പോലും എടുക്കാതെ എല്ലാം ഇവിടെ തന്നെ ചെത്തിയിടുവാന്ന്. അല്ല കേട്ടോ, ഞാൻ അതിൻ്റെ എത്ര അളവ് വേണ്ടേ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. 10-12 ബീൻസ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എന്നാലും വേണ്ട ഇങ്ങനെ ഒരു ബഞ്ച് എടുക്കാൻ പറ്റുന്ന അത്രയും വേണം. പിന്നെ ഇതിനെന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, ഇതിൻ്റെ നാരില്ലേ മൊത്തം ഇങ്ങനെ കളയണം. കുറച്ച് കഴിക്കാൻ നേരമൊക്കെ ചിലതിലിങ്ങനെ നാര് വരുമ്പം അത് ഇച്ചിരി ഒരു ഓക്വേർഡ് ആവുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ നാരിങ്ങനെ മുഴുവനും ഇതിന് കളയണം. ഇനി കോളിഫ്ലവർ.
ഈ കോളിഫ്ലവർ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. എന്നാന്നോ, നമ്മൾ ഈ മുഴുത്ത കോളിഫ്ലവറൊക്കെ വാങ്ങിക്കുമ്പോഴത്തേന് നമ്മൾ ഈ മുഴുപ്പ് കണ്ടേച്ച് മേടിക്കും. പക്ഷേ ഞാൻ മിക്കപ്പോഴും കടക്കാരോട് വഴക്കുണ്ടാക്കുന്ന എന്നാന്നറിയോ, എനിക്ക് കോളിഫ്ലവർ തരുമ്പോൾ ശരിക്കും ഈ ഇലയൊന്ന് വെട്ടിയേച്ച് തൂക്കുകയും ചോദിക്കും. അപ്പോൾ ശരിക്കും ആ കടക്കാരൻ എന്നെ ഒന്ന് തുറച്ചു നോക്കും, സത്യം കേട്ടോ. പിന്നെ എന്നാ നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ, ഈ കോളിഫ്ലവർ ഇതിനകത്ത് പുഴു കാണും. ഈ പുഴുവിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഫ്ലവർലെസ് ഇങ്ങനെ ഓരോ ഫ്ലവറാക്കി മാറ്റണം. ഇപ്പം ഞാൻ വേണ്ട ഇത്രേ എടുത്തിട്ടുള്ളൂ, ഇത് ഹാഫല്ല, ഇച്ചിരി കൂടി ചെറുതാണ്, ഏകദേശം ഒരു 1/4 ഭാഗം അത്രേ ഉള്ളൂ. അതിനെ നമ്മൾ ഓരോ പൂവായിട്ട് ഇതിപ്പം വെജിറ്റബിൾ കറി പെരട്ട് പോലെയല്ലേ വരുന്നത്, അതിനെ ഒരു ഇച്ചിരി ചെറിയ പൂവാക്കാമെങ്കിൽ അത്രയും നല്ലത്. ഇതിപ്പോൾ വേണ്ട ഒരു ഫ്ലവറായതേ, അന്നേരം അതിനെ നമ്മൾ ഇച്ചിരി കൂടെ ചെറുതാക്കണം. ഫ്ലവറായി, ക്യാരറ്റായി, ബീൻസായി. ഇനി ഉള്ളി ഇത്രയും മതി. എന്നാന്നറിയാമോ, ഇതും നമ്മൾ നീളത്തിലോ സ്ക്വയറിലോ എന്നാന്ന് വെച്ചാൽ അരിയാം. കാര്യം എന്നാന്ന് വെച്ചാൽ വെജിറ്റബിൾസ് എല്ലാം സ്ക്വയറായിട്ട് അരിയുന്നത്. ഉള്ളി നമുക്ക് സ്ക്വയർ ആക്കാം, അതല്ല നീളത്തിൽ അരിയുന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിയാം. പിന്നെ ക്യാപ്സിക്കം, ബേസിക്കലി ഞാൻ ചന്തയിൽ പോകുമ്പോൾ എന്നാന്നോ ഒരു ക്യാപ്സിക്കം എടുക്കും. എന്നാന്നറിയാവോ, എൻ്റെ മൂത്ത മോന് ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വേണമെങ്കിൽ ഇടാം, അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മോനെ എന്നോട് ചന്തയിൽ പോയപ്പോൾ പറഞ്ഞു കേട്ടോ, അങ്ങനെ എടുത്തതാ. അന്നേരം പിന്നെ അവനെ വിഷമിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊരു ഹാഫ് ക്യാപ്സിക്കം മതി. ഇനിയിപ്പം നമ്മൾ ഈ ചെത്തിയതും എല്ലാം ഒന്ന് മാറ്റിയേച്ച് ഇനി മുറിക്കാനോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഫ്ലവർ തന്നെ ഞാൻ മുറിച്ച് കാണിച്ചു തരാവേ. വേണ്ടേ, ഇത്രയും പോകുന്ന പൂക്കൾ മതി. ഇച്ചിരി വലുതായിട്ട് കിടന്നാലുണ്ടല്ലോ ചിലപ്പം എൻ്റെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഈ കോളിഫ്ലവറൊക്കെ എടുത്ത് ചിലപ്പോൾ മാറ്റി നിന്നിരിക്കും. അതുകൊണ്ട് ഞാൻ എത്ര കൊച്ചാക്കാവോ അത്രയും കൊച്ചാക്കി തന്നെ ഇടുന്നത്. അപ്പം നമുക്ക് 2 കാര്യം ലാഭമാണ്. എന്നാന്നറിയോ, ഗ്യാസും ലാഭമാണ്, വേവാനും പെട്ടെന്ന് എളുപ്പമാണ്. ശരിക്കും കണ്ടോ, ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര എനർജറ്റിക് ആയി. ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും കാര്യം പോലും വർത്താനം പറയുമെന്ന് വിചാരിച്ചില്ല. ശരിക്കും അതൊരു ആ സെറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്ലി എനിക്കൊരു എന്നാ പറയുന്നത്, മമ്മൂട്ടി സാറിനോട് ഫസ്റ്റ് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. പക്ഷേ ഹീസ് എ പേഴ്സൺ ഓഫ് എ ഗുഡ് ഹാർട്ട് എന്ന് തന്നെ ഞാൻ പറയാം. പലരും എന്നോട് ഞാൻ ആ സെറ്റിൽ ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ മമ്മൂട്ടി സാർ സംസാരിക്കത്തില്ല മറ്റേ മറിച്ചാണ്. പക്ഷേ ടു ബി ഫ്രാങ്ക്, ഹി ഈസ് എ പേഴ്സൺ ഓഫ് എ ഗുഡ് ഹാർട്ട്. നമ്മളോടൊക്കെ ശരിക്കും ഒരുപാട് കൺസേൺ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ഒന്നും ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞ ഹി ഈസ് എ പേഴ്സൺ ഓഫ് എ ഗുഡ് ഹാർട്ട്. ഇതിപ്പോൾ ക്യാരറ്റ് മുഴുവനും നമ്മൾ കുഞ്ഞായിട്ടിട്ടു. ഇനി ഈ ക്യാപ്സിക്കത്തിൻ്റെ സീഡെല്ലാം നമ്മൾ കളയണം. അതും കുഞ്ഞായിട്ട് തന്നെ, കുഞ്ഞായിട്ടല്ല, ഇച്ചിരി ഒരു സ്ക്വയർ. ഇനി വെജിറ്റബിൾസ് കഴുകി. ഇനി എന്നാ ഞാൻ ഈ ഉള്ളി അരിയാത്തതെന്ന് എന്നാന്ന് വെച്ചാൽ, വെജിറ്റബിൾസ് എല്ലാം സ്ക്വയറായിട്ടല്ലേ നമ്മൾ അരിഞ്ഞേ. അപ്പോൾ ഞാൻ ഈ ഉള്ളി കുറച്ച് നീളത്തിൽ അരിയാൻ പോവാന്നേ. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലതായിട്ട് ഞാൻ അരിഞ്ഞു. നമുക്ക് പാൻ കത്തിക്കാം. തീ കത്തിച്ചേച്ച് പാൻ ചൂടാക്കാം. ഇതിനകത്ത് എന്നാന്നറിയോ, ചെട്ടിനാടിനകത്ത് കടുകില്ല ശരിക്കും. അപ്പം അതുകൊണ്ട്, പക്ഷേ എൻ്റെ മാസ്റ്റർ പീസ് കറിവേപ്പിലുണ്ട് കേട്ടോ. എൻ്റെ പാൻ ചൂടാവട്ടെ, ആയിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഈ സമയം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഈ പച്ചക്കറിയിലേക്ക് ഇടാം. ഞാൻ ചേർക്കാൻ പോവാ. ഈ മസാലയും ഉപ്പും എല്ലാം പച്ചക്കറി പിടിക്കണമല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിട്ടല്ലേ അത് പുരട്ടി വെക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാൽ പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി.
ഓക്കെ, ഞാൻ നല്ലതായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ പാൻ ചൂടായി. ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഹെൽത്ത് കോൺഷ്യൻസ് അനുസരിച്ച് എണ്ണ ഒഴിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ ഇസ് ദ ബെസ്റ്റ് എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ. ഇതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞാൻ കറിവേപ്പിലയിലോട്ട് കൈ വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ കറിവേപ്പില ഇടുമെന്ന്. ഞാൻ ഇടും. ഈ ഉള്ളി വഴറ്റുന്ന സമയം നമുക്ക് തക്കാളി ഇപ്പം ഞാനിവിടെ 3 എണ്ണം എടുത്ത് വെച്ചേക്കുന്നത്, നമുക്ക് 2 എണ്ണം മതി. ഈ വഴന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് തക്കോലം, അത് ഒരു വലുതാണെങ്കിൽ 1 മതി. പിന്നെ ഗ്രാമ്പു. ഈ മസാല ഒന്നും നമുക്ക് ഒരുപാട് ഇടണ്ട, കുറച്ച്, കാരണം വെജിറ്റബിൾസേ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഇച്ചിരി, ഇതിപ്പോൾ ഞാനൊരു 10 എണ്ണം വെച്ചോ, 10 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ കൂട്ട് തന്നെ ഏലക്കായും, അതും ഒരു 7 എണ്ണം. പട്ട എപ്പോഴും നമ്മൾ സ്പൈസസിൽ ഇടുമ്പോഴത്തേന് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ആ സമയം എൻ്റെ ഉള്ളി നല്ലോണം വഴന്നു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ ഇടാം. ഇപ്പം നമ്മുടെ ടൊമാറ്റോ ഏകദേശം സ്മാഷായി. ഇതിനകത്തോട്ട് നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന പച്ചക്കറി, ആ അരപ്പ് മുഴുവൻ അങ്ങ് ഇടണം. ഇത് ഇച്ചിരി നേരം ഒന്ന് ആ തീയിലൊന്നാവണം. എന്നാന്നോ, നമ്മൾ ഈ ഈ പച്ചക്കറി ഇതിനകത്ത് അതിൻ്റെ അരപ്പിട്ടേക്കുന്നത്, ഈവൻ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസും നമ്മൾ മൂപ്പിച്ചില്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പച്ച ചുവ മാറണമെങ്കിൽ അത് കുറച്ച് നേരം ആ എണ്ണയിൽ കിടന്നൊന്ന് വഴലണം. ഈ വഴരുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് കറിവേപ്പില ഇരിപ്പുണ്ടേ, ഇച്ചിരി മതി മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത് ഇച്ചിരി ഒന്ന് നല്ലോണം മൂക്കട്ടെ. മൂത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇച്ചിരി ഉപ്പിടണം. എന്നാന്നറിയോ, നമ്മൾ നേരത്തെ ഉള്ളി വഴട്ടാനിട്ടപ്പം ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഞാനൊരു ഇച്ചിരിയേ ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ഇടാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് അടച്ചിട്ട് നല്ലോണം വേവിക്കാം. ഇപ്പം നമ്മുടെ സാറിൻ്റെ കയ്യിൽ എന്നതാ അതവിടെ ഇരിക്കട്ടെ. സാധാരണഗതിയിൽ നമ്മൾ ഈ സംഗീതം അഭി സാപ്പാട് സർവം സുഖപ്രദം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, അറിയാവോ? അറിയത്തില്ല, പക്ഷെ എവിടെയോ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരെണ്ണുണ്ടോ, അറിയോ ബേബി? ഉണ്ട്. എന്താണ് അതിൻ്റെ ഒറിജിനൽ എന്താണെന്ന് പറയൂ. ശരി, അതുപോലെ സംഗീതത്തിന് സാപ്പാടും രണ്ടും ഏകദേശം ആണോ? ഒരേപോലെയാണ്. അതെ, ഇതുപോലത്തെ കിച്ചനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്ത് രസമാണ് നോക്കി.
എന്നെ ചേച്ചി ഉടനെ ജാമ്യം എടുക്കണം. വന്നത് ആദ്യത്തെ ബെല്ല് വീണു. ഗുഡ്. എന്നെ കൊണ്ട് അത്രയല്ലേ സാധിച്ചുള്ളൂ. നല്ല ഭംഗിയുണ്ട്, അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ചേച്ചി വീട്ടിൽ ഇങ്ങനെയല്ലേ കിച്ചൺ വെച്ചേക്കുന്നത്? പ്ലീസ്. അല്ല അവിടെ എന്ന് വെച്ചാൽ ഈ 10-11 എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടോ? ഈ സ്പാനറിന്റെ അല്ല, ഈ മറ്റേ ശുദ്ധം ആചാരം, ചോറ് തൊട്ട് കഴിഞ്ഞാൽ പറ്റെന്നൊക്കെ പറയും. ചോറ് തൊട്ട കൈ കൊണ്ട് വേറൊന്നും തൊടാൻ പാടില്ല. അങ്ങനെ ഒരു 1500 ഫത്വ ഉണ്ട് അതിനകത്ത്. അത് കാരണം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വളരെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കും. താങ്കൾ എന്ത് വേണമെങ്കിൽ വിളമ്പിക്കോളൂ. 10-20 പറയുമ്പോ ഏതെങ്കിലും 2-3 ഇൻസ്ട്രുമെന്റ്സ് കയ്യിലുണ്ടാവും. അതുപോലെ ലോകത്തില് പക്ഷെ തീർച്ചയായിട്ടും അല്ല, ഇത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. കാരണം വളരെ കളർഫുൾ ആയിട്ടുണ്ട്, കളർഫുൾ ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. എസ്പെഷ്യലി യെല്ലോ ആൻഡ് ഈ ലൈറ്റ് ഗ്രീൻ ഒക്കെ ഭയങ്കര രസമുണ്ട്. താങ്ക് യു ചേച്ചി. അപ്പൊ ചേട്ടനും ഇതേമാതിരത്തെ ഒരു അടുക്കള ചേച്ചിക്ക് കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഇതൊരു കാരണം ആയിക്കോട്ടെ.